ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായി കുക്കിംഗ് വിത്ത് മീ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീഫ് ഉലർത്തിയതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഞാൻ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈസ്റ്ററിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഉലർത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ചേർക്കുന്നത്. ഒരു 3/4 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ബീഫ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം ഇത് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഇത് മസാലപ്പൊടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വലിയ ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട. ഈ മസാലകൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, 2 മീഡിയം തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇപ്പോൾ മസാലയൊക്കെ കാണുന്ന പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇറച്ചി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇറച്ചിയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഉപ്പ് പുരട്ടി വെച്ചതാണ്. ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ബീഫിന് തന്നെ വെള്ളം വരും. ഇനി കുക്കർ സ്റ്റൗവിൽ വെച്ച് ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു സ്റ്റീം വന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. പല ബീഫിനും കുക്കിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ഇപ്പം നാട്ടിലെ ബീഫിനൊക്കെ ആണെങ്കിൽ ഇത്തിരി വേവ് കൂടുതലായിരിക്കും. പുറത്തൊക്കെ കിട്ടുന്ന ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇറച്ചി നമുക്കൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. ഇറച്ചി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇറച്ചിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനി നമുക്കത് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും കുക്കർ സ്റ്റൗവിൽ വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇറച്ചിയിലെ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലവർക്ക് ഇപ്പോൾ ഇറച്ചിയിൽ കടുക് പൊട്ടിക്കണ ഇഷ്ടമാവില്ല. അങ്ങനെയുള്ളവർ കടുക് പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫ് ഉലർത്തിയിൽ മുളക് പൊടിയൊന്നും ഉപയോഗിക്കണില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമെല്ലാം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. വെള്ളം തീരെ ഡ്രൈ ആയി പോകരുത്. ഈ പാകത്തിന് കുറച്ച് വെള്ളം വേണം.
ഇനി ഈ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റവിൽ വെച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ബീഫ് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം വറ്റി ബീഫ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം. പക്ഷെ ഞാനിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാണ് എടുക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. ഈ ബീഫ് ഉലർത്ത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈസ്റ്റർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഉലർത്ത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ ബീഫ് ഉലർത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.